MG യൂണിവേഴ്സിറ്റി 2021 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു നമ്മൾ. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന വിഷയത്തിൽ ജൂറീസ് ഇൻ കൊളോണിയൽ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കോളനി ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥയിലെ ജഡ്ജിമാരെ കുറിച്ച്, അവരുടെ അധികാരങ്ങളെ കുറിച്ച്, ഇതൊക്കെയാണ് ചോദ്യം. ഇൻ കൊളോണിയൽ ജുഡീഷ്യറീസ് juries while present often faced limitations and were influenced by colonial powers. കൊളോണിയൽ ജുഡീഷ്യറികളിലെ ജഡ്ജിമാര് അവര് ഹാജരാകുമ്പോൾ പലപ്പോഴും അവർക്ക് ഒരുപാട് അവരുടെ ജോലി നിർവഹണത്തിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കൊളോണിയൽ അധികാരങ്ങളുടെ സ്വാധീനം അവരുടെ പ്രവർത്തനത്തെ ബാധിച്ചു. നിയമപരവും രാഷ്ട്രീയപരവുമായ അജണ്ടകൾ അവരെ പരിമിതപ്പെടുത്തി. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വന്നത്. particularly in areas like India where the system was eventually abolished due to the perceived inefficiencies. പലപ്പോഴും ഈ ജുഡീഷ്യറി സിസ്റ്റം തന്നെ പലപ്പോഴും എടുത്തു കളയപ്പെട്ടു കാര്യക്ഷമതയില്ലായ്മ കൊണ്ട്. കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ ജൂറീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും എപ്രകാരമായിരുന്നു? They were often shaped by the legal systems of the colonizing power. ഭരിക്കുന്ന രാജ്യത്തിന്റെ നിയമം എന്താണോ ആ നിയമമാണ് ആ ജഡ്ജിയെയും നിയമസമിതിയെയും രൂപപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് ബ്രിട്ടൻ, ഓഫൺ ബ്രിട്ടീഷ് കോമൺ ലോ. ജൂറി സിസ്റ്റം എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ പങ്ക് എന്തായിരുന്നു എന്നത് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. ജൂറീസ് were intended to be a check on the power of the executive, legislature and judiciary. ഗവൺമെന്റിന്റെ അധികാരത്തെ 3 തട്ടുകളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. കാര്യനിർവഹണം, നിയമനിർമ്മാണം, നീതിന്യായ സംവിധാനം. ഇങ്ങനെ 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ 3 ഏജൻസികളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ജൂറി സിസ്റ്റം. അവരുടെ റോൾ അത് തന്നെയാണ്. പക്ഷേ അവരുടെ ഈ റോള് പലപ്പോഴും കോളനി അധികാരികളാൽ പരിമിതപ്പെട്ടു പോയി. ഒരുപാട് ലിമിറ്റേഷൻസും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അതായത് കൊളോണിയൽ പവേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കൊളോണിയൽ മജിസ്ട്രേറ്റ്സ് ആൻഡ് കോർട്സ് ഓഫൻ ഹാഡ് ദ എബിലിറ്റി ടു അപ്ലൈ പേഴ്സണൽ ലോ. കൊളോണിയൽ മജിസ്ട്രേറ്റുമാർക്കും കോടതികൾക്കും വ്യക്തി നിയമം ബാധകമാക്കാനായിട്ടുള്ള വഴികളുണ്ടായിരുന്നു. ഡിറൈവ്ഡ് ഫ്രം ലോക്കൽ ജുഡീഷ്യൽ കസ്റ്റംസ്, പ്രാദേശിക ജുഡീഷ്യൽ രീതികൾ അനുസരിച്ച്. പക്ഷേ ബട്ട് ദിസ് വാസ് ഓഫൻ ഓവർഷാഡോഡ് ബൈ ദ ഇമ്പോസിഷൻ ഓഫ് കൊളോണിയൽ ലീഗൽ പ്രിൻസിപ്പിൾസ്. കൊളോണിയൽ നിയമ തത്വസംഹിതകൾ കൊണ്ട് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ചില സന്ദർഭങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ജൂറി സിസ്റ്റം അഴിമതി കൊണ്ട്, കാര്യക്ഷമതയില്ലായ്മ കൊണ്ട് ഒക്കെ മോശമായ ഉദാഹരണങ്ങളായിട്ട് മാറി എന്ന് നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ കൊളോണിയൽ ജുഡീഷ്യറികളിൽ ജൂറികൾ നിലവിലുണ്ടായിരുന്നപ്പോൾ തന്നെ പല പരിമിതികൾ അവർക്കുണ്ടായിരുന്നു. കൊളോണിയൽ രാഷ്ട്രീയ ശക്തികളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ നിയമരാഷ്ട്രീയ അജണ്ട അവരെ സ്വാധീനിച്ചു. ഇന്ത്യ പോലുള്ള മേഖലകളിൽ കാര്യക്ഷമതയില്ലാത്ത രീതിയിലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചത്. ഒടുവിൽ നിർത്തലാക്കപ്പെട്ടു. ഇനി കൊളോണിയൽ ജൂറികൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മേഖലകളിൽ പലപ്പോഴും ബ്രിട്ടീഷ് ശക്തിയുടെ പൊതുനിയമത്താൽ, ബ്രിട്ടീഷ് കോമൺ ലോയാൽ രൂപപ്പെടുത്തിയവയായിരുന്നു. ജൂറി സംവിധാനത്തിലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിവയുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു ജൂറികളുടെ ലക്ഷ്യം. പലപ്പോഴും അവയുടെ ഫലപ്രാപ്തി പരിമിതമായിരുന്നു. പരിമിതികളും വെല്ലുവിളികളും ഒരുപാടുണ്ടായിരുന്നു എന്നർത്ഥം. കൊളോണിയൽ അധികാരങ്ങളുടെ സ്വാധീനം, കൊളോണിയൽ നിയമസംഹിതകളുടെ അമിത സ്വാധീനം, അങ്ങനെയുള്ള കാര്യക്ഷമതയില്ലായ്മകളും ഉണ്ടായി. ഇതാണ് പറഞ്ഞു വരണേ.